ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫോറക്സിലുള്ള ട്രേഡിങ്ങും ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്ത് വരുന്നൊരു ട്രേഡിംഗ് ഇതാണ്. അതുപോലെ തന്നെ ഫോറിൻ ഇക്വിറ്റീസിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്സ്, ഇപ്പൊ നെറ്റ്ഫ്ലിക്സോ അങ്ങനത്തെ സ്റ്റോക്സ് മേടിച്ചിട്ട് മേടിക്കുക എന്നുള്ള ചൈന മാർക്കറ്റിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്സ്. അപ്പൊ അങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ടാക്സേഷൻ പോയിന്റിൽ റെസിഡൻസ് ചെയ്യുവാണല്ലോ. അപ്പൊ അവർ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? NRIസിനെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി അത് ഇവിടത്തെ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടല്ല ചെയ്യണമെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വിഷയമല്ല, നമുക്ക് ഇവിടെ വരുന്നില്ല. അതായത് നമ്മുടെ ഇന്ത്യയിൽ ലാൻഡ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണമെങ്കിൽ. പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് റെസിഡൻസ് ആണ് ചെയ്യണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ NRIs നാട്ടിലത്തെ ഒരു അക്കൗണ്ട് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവിടെ ടാക്സബിലിറ്റി വരും. അപ്പോൾ പ്രത്യേകിച്ച് ഫോറക്സ്, നമ്മൾ ഇതിൽ രണ്ട് കാര്യങ്ങളുള്ളത്. വൺ സൈഡ് എന്ന് പറയുന്നത് ഫോറക്സ് ട്രേഡിംഗ്. ഇപ്പോൾ ഒരുപാട് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഡീലേഴ്സിനെ വെച്ചിട്ട് പ്ലാറ്റ്ഫോംസ് വെച്ചിട്ട് ഈ ഫോറക്സ് ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഇത് ആക്ച്വലി ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു ഇല്ലീഗൽ പരിപാടിയാണ് ഈ ചെയ്യണത്, ടേംസിലാണ് അത് ചെയ്യണത്. പക്ഷെ ടാക്സേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്താലും ഇല്ലീഗൽ ആണോ ലീഗൽ ആണോ എന്നുള്ളത് ക്വസ്റ്റ്യൻ അല്ല. ലാഭം കിട്ടിയോ ടാക്സ് അടയ്ക്കാം, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് ക്വസ്റ്റ്യൻ അല്ല. ദർ ഈസ് ഇൻകം, യു പേ ടാക്സ്. ബാക്കിയുള്ള കഥകളൊക്കെ വേറെ ഡിപ്പാർട്ട്മെന്റ് നോക്കിക്കോളും.